നമസ്തേ. 2025 മാർച്ച് മാസം 29-ാം തീയതി മഹാശനിമാറ്റം ഉണ്ടാവുകയാണ്. അതായത് ശനീശ്വരൻ ഇപ്പോൾ ശനിയുടെ തന്നെ മൂലക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ ഇരിക്കുകയാണ്. ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മീനം രാശിയിൽ രാഹുവോടൊത്ത് ശനി മെയ് മാസം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മഹാശനിമാറ്റം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ 10-ാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 10-ാം ഭാവത്തിലെ ശനി കണ്ടകശനിയാണെന്ന് നമുക്കറിയാം. 10-ലെ കണ്ടകശനി അനുഭവിക്കുകയാണ്. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല ഇത്. പോരാത്തതിന് വ്യാഴം ജന്മത്തിൽ ഇടവം രാശിയിലും ഇരിക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെ അല്ല ഇടവം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2025 മാർച്ച് മാസം 29-ാം തീയതി മഹാശനിമാറ്റം ഉണ്ടാകുമ്പോൾ ഈ ശനി 11-ാം ഭാവത്തിൽ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവുകയാണ്. 11-ലെ ശനി വളരെ ഗുണവാനാണ്. ഏകാദശേന വിത്തസ്യ ലാഭവും ദുഃഖനാശവും. വിത്തങ്ങളെല്ലാം വന്നു ചേരും, പണങ്ങൾ വന്നു ചേരാനും സങ്കടങ്ങൾ മാറിപ്പോകാനും സാധ്യതയുള്ള ഒരു സമയമാണ്. 2.5 വർഷക്കാലം, അതായത് 2027 ജൂൺ വരെ ശനി ഇടവം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. മീനം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ആ ഒരു കാലഘട്ടം വരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മെയ് മാസത്തിന് ശേഷം വളരെയധികം ഗുണങ്ങൾ കിട്ടും. കാരണം വ്യാഴം രാശി മാറുമ്പോൾ വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വരും. 2-ലെ വ്യാഴം എന്ന് പറയുന്നത് ധനത്തെ കൊണ്ട് കൊടുക്കും, പണം കിട്ടുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടം മെയ്ക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മഹാശനി മാറ്റം വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ജോലി അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ജോലി കിട്ടുന്നതിന് സാധ്യത, ഒരു വരവുണ്ടാകും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്നതിനും ജോലിക്ക് കയറാനതിനും സാധിക്കും. വിവാഹം ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തടസ്സവും കൂടാതെ അത് സാധിച്ചു കിട്ടുന്നതിന് സാധിക്കും. സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലതായിട്ട്, അതായത് വളരെയധികം പ്രയോജനങ്ങൾ കിട്ടുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. സാമ്പത്തിക നേട്ടം, സ്വസ്ഥതയുണ്ടാകും. അതുപോലെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുമായിട്ടിരിക്കുന്ന ആൾക്കാർ, ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ആ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്ത് പുതിയതിലേക്ക് കയറാമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇനി വളരെ പെർഫെക്റ്റ് ആയിട്ട് കർമ്മരംഗത്ത് നേട്ടങ്ങൾ വരുന്ന സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർ എടുക്കുന്ന എഫേർട്ടിന്, അതായത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മഹാശനിമാറ്റം ഏറ്റവും ഗുണം നൽകുന്ന ഒരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ വ്യാഴം ജന്മത്തിലിരിക്കുന്ന വ്യാഴം 2-ലേക്ക് പോയാൽ ധനസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടം അതുകൊണ്ടാണ് ഉണ്ടാകും എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ, പബ്ലിക് ഇൻട്രാക്ഷനോടി, കച്ചവടക്കാർ, ഇവർക്കൊക്കെ വളരെയധികം നേട്ടം കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. അതുപോലെ തന്നെ രാഹുവിനും സ്ഥാനമാറ്റം ഉണ്ടാവുകയാണ്. അപ്പോൾ അതും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു ഗുണം തന്നെയാണ്. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശനിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ വട്ടം ചുറ്റിയിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതായത് ഈ 12 രാശിക്കാരുള്ളതിലും വളരെയധികം ഗുണം കിട്ടുന്ന ഒരു രാശി, ഏറ്റവും അധികം ഗുണം കിട്ടുന്ന ഒരു രാശിയാണ് ഇടവം രാശി. ആരോഗ്യപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ജോയിൻറ്റ് പെയിൻസ്, അസുഖങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ജോയിൻറ്റ് പെയിൻസ്, അൾസർ, പൈൽസ് പോലുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നവർ, ഇവർക്കെല്ലാം അത് മാറുന്ന സമയം. മടി പിടിച്ച് ഇരിക്കാതെ ആക്റ്റീവായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മഹാശനിമാറ്റം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.